ടാൻസാനിയയിലെ ഗൊറൊങ്ഗൊറോ ക്രേറ്ററിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഡ്രൈവറും ഗൈഡുമായ റെമിയുടെ കൂടെ ഒരു സഫാരി വാഹനത്തിലാണ് യാത്ര. മറ്റു ധാരാളം സഫാരി വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. ക്യാമറയും ബൈനോക്കുലറുമെല്ലാമായി തങ്ങൾക്കിഷ്ടമായ കാഴ്ചകളിലേക്ക് ടൂറിസ്റ്റുകൾ പോവുകയാണ്. ഈ വഴിയിലെ ഡ്രൈവിംഗിൽ പരിചയസമ്പന്നനാണ് റെമി. നിരവധി മൺപാതകളുണ്ട് ഗൊറൊങ്ഗൊറോ ക്രേറ്ററിനുള്ളിൽ. പാതകൾ വിട്ട് പുൽമേട്ടിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഗെയിം ഡ്രൈവർമാർക്ക് അനുവാദമില്ല. ഒരിടത്ത് വണ്ടി നിർത്തിയപ്പോൾ കാണുന്നത് ഇംപാല ഇനത്തിൽപ്പെട്ട മാനുകളെയാണ്. ഇംപാലകളിലെ പുരുഷന്മാർ മാത്രമുള്ള ഒരു സംഘം. സാധാരണയായി 50-60 പെൺ ഇംപാലകൾക്കൊപ്പം ഒരു ആണിനെ മാത്രമാണ് കാണാറുള്ളത്. ആൺകുഞ്ഞുങ്ങളെ 6 മാസമാകുമ്പോഴേക്കും കുടുംബനാഥൻ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ആണുങ്ങളാണ് കൊമ്പുകളുള്ളവരുടെ സംഘമായി തീരുന്നത്. ഇംപാലകളുടെ സമീപത്തുകൂടി വേറൊരു കൂട്ടർ നടക്കുന്നുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രെയിനാണ്. ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷികളിൽ ഒരിനമാണിത്. പീലി വിരിച്ചില്ലെങ്കിൽ മയിലിന് വലിയ സൗന്ദര്യമുണ്ടാവില്ല. പക്ഷേ ഇവർ വെറുതെ നടന്നാലും സുന്ദരന്മാരും സുന്ദരികളുമാണ്. പഴയ റോമൻ പടയാളികളുടെ ഹെൽമറ്റ് പോലുള്ള ഒരു കിരീടവും ബഹുവർണ്ണ ശരീരവുമായി ഇവരിങ്ങനെ നടന്നു പോകുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ്. 4 അടി വരെ ഉയരം വയ്ക്കുന്നവയാണ് ക്രൗണ്ട് ക്രെയിൻ. നല്ല ഉയരവും ഒത്ത ശരീരവുമുള്ള പക്ഷികൾ. മറ്റൊരു ഭാഗത്ത് കുറച്ചുപേർ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട്. മേച്ചിൽപ്പുറങ്ങളിൽ അയവിറക്കി കിടക്കുന്ന പശുക്കളെപ്പോലെ. ഇതാണ് വിൽഡ് ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ജീവിവർഗം. പല ജീവികളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ച മൃഗമെന്ന് ഒറ്റക്കാട്ട് പണ്ട് വിശേഷിപ്പിച്ചത് ഇവരെയാണ്. തലയും കുമ്പിട്ട് നടന്നു പോകുന്ന വിൽഡ് ബീസ്റ്റ് തെല്ലൊരു വിചിത്രാകാരമുള്ള ജീവി തന്നെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമേയുള്ളൂ വിൽഡ് ബീസ്റ്റുകൾ. 2 ഇനം വിൽഡ് ബീസ്റ്റുകളാണുള്ളത്. ബ്ലാക്ക് വിൽഡ് ബീസ്റ്റും ബ്ലൂ വിൽഡ് ബീസ്റ്റും. ബ്ലൂ വിൽഡ് ബീസ്റ്റുകളെയാണ് ടാൻസാനിയയിൽ കണ്ടുവരുന്നത്. പക്ഷികളും മൃഗങ്ങളുമെല്ലാം സഹവർത്തിത്വത്തോടെ കഴിയുകയാണ് ഗൊറൊങ്ഗൊറോ ക്രേറ്ററിൽ. വംശനാശ ഭീഷണി ഒട്ടുമില്ലാത്ത ജീവിവർഗമാണിത്. ആഫ്രിക്കയിലെ ഏതൊരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലും ഏറ്റവും അധികമുള്ളത് വിൽഡ് ബീസ്റ്റുകളാണ്. ഇവിടെയൊക്കെ ഇവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രയെന്ന് കാണുക. ടാൻസാനിയയിൽ നിന്ന് കെനിയയിലെ മസായി മാര നാഷണൽ പാർക്കിലേക്കുള്ള ഗ്രേറ്റ് മൈഗ്രേഷന്റെ സമയത്ത് 17 ലക്ഷം വിൽഡ് ബീസ്റ്റുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. 800 കിലോമീറ്റർ നീളുന്ന ആ യാത്രയ്ക്കിടെ ഓരോ വർഷവും 2.5 ലക്ഷം വിൽഡ് ബീസ്റ്റുകൾക്ക് ജീവൻ നഷ്ടമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്തോ കാഴ്ച കാണാൻ കുറെ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് കാര്യം. ഒരു സിംഹരാജൻ സർവ്വപ്രതാപങ്ങളോടെ ഉലാത്തുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ആവേശകരമായ കാഴ്ച. ഈ വനത്തിലൂടെ ദീർഘയാത്ര നടത്തുമ്പോൾ മറ്റെന്തെല്ലാം ജീവികളെ കണ്ടെന്നു പറഞ്ഞാലും സിംഹത്തെ കാണുമ്പോഴാണ് യാത്ര സാർത്ഥകമായ ഫീൽ ഉണ്ടാവുക. കുറച്ചു നടന്ന ശേഷം വെയിൽ കായാനെന്നോണം അവൻ ഒരിടത്തിരുന്നു. വനത്തിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന സിംഹത്തിന്റെ ഇരിപ്പിനും കിടപ്പിനുമെല്ലാം ഒരു ഗാംഭീര്യമുണ്ട്. വാഹനങ്ങൾക്ക് അഭിമുഖമായാണ് സിംഹരാജന്റെ കിടപ്പ്. എല്ലാവരും തന്നെയൊന്ന് കണ്ടുകൊള്ളട്ടെ എന്ന മട്ടിൽ. സിംഹങ്ങളിലെ ആഫ്രിക്കൻ തനതു വിഭാഗമായ മസായി സിംഹമാണിത്. അതിൽ തന്നെ ഗൊറൊങ്ഗൊറോ ക്രേറ്ററിൽ വസിക്കുന്ന ഇവർ ക്രേറ്റർ ലയൺ എന്നറിയപ്പെടുന്നു. ചെറിയൊരു പ്രദേശത്ത് ഏറ്റവും അധികം സിംഹങ്ങൾ അധിവസിക്കുന്നു എന്നതാണ് ഗൊറൊങ്ഗൊറോ ക്രേറ്ററിന്റെ പ്രത്യേകത. ഇവിടെ സിംഹമുണ്ടെന്നറിഞ്ഞ് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവർമാർ വയർലെസ് സെറ്റിലൂടെ വിവരം കൈമാറുന്നതാണ്. കുറച്ചകലെയാണ് മൃഗരാജൻ കിടക്കുന്നത്. ആവശ്യമുള്ളവർക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാം എന്ന മട്ടിലാണ് സിംഹത്തിന്റെ കിടപ്പ്. എന്തുതന്നെയായാലും കാട്ടിലെ രാജാവ് സിംഹം തന്നെയാണെന്ന് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവും. വെയിലും കൊണ്ട് കാറ്റേറ്റ് ഉച്ചയുടെ ചെറിയൊരു ആലസ്യത്തിൽ കിടക്കുകയാണവൻ. ക്യാമറകൾ ആ ദൃശ്യം പകർത്തിക്കൊണ്ടേയിരിക്കുന്നു. സഞ്ചാരികൾക്ക് സിംഹത്തെ കണ്ടിട്ടും ക്യാമറയിൽ പകർത്തിയിട്ടും മതി വരുന്നില്ല.
കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ പാതയിൽ വന്ന് നിറയുകയാണ്. എവിടെ നിന്നാണെന്നറിയില്ല, നിരവധി വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സിംഹത്തെ അവന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണുക എന്നത് മറ്റു മൃഗങ്ങളെ കാണുന്നത് പോലെയല്ലല്ലോ. ഇങ്ങനെ കൗതുകരൂപമുള്ള ധാരാളം പക്ഷികളുമുണ്ടിവിടെ. ക്രേറ്ററിൽ ഒരു ഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. അതിവിടുത്തെ ഒരു തടാക തീരമാണ്. ങ്കോയ് തോക്കിത്തോക്ക് തടാകമാണ് അവിടെയുള്ളത്. ഗൊറൻഗൊറോ ക്രേറ്ററിലെ ഏറ്റവും പ്രമുഖമായ ജലസ്രോതസ്സാണ് ങ്കോയ് തോക്കിത്തോക്ക്. ആ ശുദ്ധജല തടാകവും അതിന്റെ ചുറ്റുമുള്ള ചതുപ്പും ആയിരക്കണക്കിന് ജീവിവർഗങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ഒരു പിക്നിക് പോയിന്റുണ്ട്. റമി ആ തീരത്തേക്കാണ് വണ്ടി വിടുന്നത്. അവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. തടാകത്തിലും തീരത്തുമുള്ള പക്ഷിമൃഗ വൈവിധ്യം കാണുകയും ചെയ്യാം. കുറേയേറെ വാഹനങ്ങൾ തടാക തീരത്ത് നിരന്നു കിടപ്പുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വന്നു ചേർന്നുകൊണ്ടുമിരിക്കുന്നു. ഉച്ചഭക്ഷണത്തിന്റെ നേരമാണിത്. അതുതന്നെയാവാം ഈ വാഹന ബാഹുല്യത്തിന് കാരണവും. ങ്കോയ് തോക്കിത്തോക്ക് തടാകവും അതേ പേരിലുള്ള ഒരു അരുവിയും ഇവിടെയുണ്ട്. ഹിപ്പോകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് വിശാലമായ ഈ തടാകം. ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാനെത്തുന്ന തടാകം കൂടിയാണിത്. വാഹനത്തിൽ നിന്നിറങ്ങി ഞാൻ തടാകത്തിന്റെ തീരത്തേക്ക് നടന്നു. തടാകത്തിലേക്ക് തള്ളി നിൽക്കുന്ന മുനമ്പ് പോലുള്ള ഒരു ഭാഗത്ത് ഒരു മരം തണൽ വിരിച്ചു നിൽപ്പുണ്ട്. മരത്തിന്റെ ചില്ലകൾ നിറയെ പക്ഷിക്കൂടുകൾ തൂങ്ങിക്കിടക്കുന്നു. ലാവ ഉറിഞ്ഞതുപോലുള്ള പാറക്കെട്ടിന് മുകളിലാണ് മരം. ധാരാളം ആളുകൾ മരച്ചുവട്ടിലുണ്ട്. മരച്ചുവട്ടിലെ ഒരു വേരിന്മേൽ ഞാനും സ്ഥാനം പിടിച്ചു. മരത്തിന്റെ ചില്ലകളുടെ ഏറ്റവും തുമ്പിലാണ് പക്ഷിക്കൂടുകൾ തൂങ്ങിക്കിടക്കുന്നത്. എല്ലാ കൂട്ടിലും പക്ഷികളുണ്ട്. അവയുടെ കിലുകിലാരവം കേൾക്കുന്നുമുണ്ട്. മുട്ടകളും കിളിക്കുഞ്ഞുങ്ങളെയും അകത്താക്കാനെത്തുന്ന കുരങ്ങു മുതൽ പാമ്പു വരെയുള്ളവയെ പ്രതിരോധിക്കാനാണ് കിളികൾ ഇങ്ങനെ ചുള്ളിക്കമ്പുകളുടെ ഏറ്റവും തുമ്പിൽ കൂടുകൂട്ടുന്നത്. ഒറ്റനോട്ടത്തിൽ മരത്തിലെ കായകളാണെന്നേ തോന്നൂ. മരത്തിന്റെ ഒരു വലിയ വേരിലിരുന്ന് ഞാൻ ഭക്ഷണപ്പൊതി അഴിച്ചു. സാൻഡ്വിച്ചും പഴവും പുഴുങ്ങിയ മുട്ടയും കേക്കും ജ്യൂസുമെല്ലാമുണ്ട്. തിന്നാൽ തീരാത്തത്ര സാധനങ്ങൾ. തടാകത്തിൽ ഹിപ്പോകൾ മുങ്ങിക്കിടപ്പുണ്ട്. സൂക്ഷിച്ചു നോക്കിയാലേ അവയെ കാണുകയുള്ളൂ. കുറേയേറെ ഹിപ്പോകളുണ്ട്. അവയെയും കണ്ടിരുന്നുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. രസകരമായ ഒരു അനുഭവമാണിത്. ക്രേറ്ററിലെ ശുദ്ധജല തടാകത്തിന്റെ കരയിൽ മരത്തണലിൽ തണുത്ത കാറ്റേറ്റ് ജലത്തിൽ നീങ്ങുന്ന ഹിപ്പോകളെയും എണ്ണിക്കൊണ്ടുള്ള ഒരിരിപ്പ്. ഭക്ഷണശേഷം ഒരു ജ്യൂസ് കൂടി കുടിച്ചതോടെ നല്ലൊരു ഉണർവായി. വന്യജീവികൾ അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രരായി ജീവിക്കുന്നു. അത് കാണാൻ മനുഷ്യരെത്തുന്നു. ഇത്തരം കാഴ്ചകൾ പുറം ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ ആഫ്രിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്നെനിക്ക് തോന്നി. ലോകത്ത് അധികമെങ്ങും ഇത്തരമൊരു പ്രകൃതിയില്ല താനും. കുറച്ചുനേരം തടാകക്കരയിൽ ചെലവഴിച്ചു. റമി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇനി യാത്ര തുടരുകയാണ്. അപ്പോഴും ഞങ്ങൾക്ക് മുൻപേ വന്ന വാഹനങ്ങൾ പോലും തടാകക്കരയിൽ നിരന്നു കിടപ്പുണ്ട്. സായിപ്പിനിതെല്ലാം എത്ര നേരം കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണല്ലോ. തടാകക്കരയിൽ ഫോട്ടോ എടുക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, വെറുതെ കാറ്റുകൊണ്ടു നിൽക്കുന്നവരുണ്ട്, പക്ഷികളെ നിരീക്ഷിക്കുന്നവരുണ്ട്. അവരെ അവിടെ വിട്ട് ഞങ്ങൾ ങ്കോയ് തോക്കിത്തോക്ക് തടാക തീരത്തുകൂടി യാത്ര തുടർന്നു. ചെറിയൊരു കുന്ന് കയറണം. ക്രേറ്ററിലെ വലിയൊരു പ്രദേശമാകെ തടാകവും അതിനു ചുറ്റുമുള്ള ചതുപ്പും വ്യാപിച്ചു കിടക്കുന്നു. പണ്ട് ലാവ തിളച്ചുമറിഞ്ഞിരുന്ന സ്ഥലങ്ങൾ തന്നെയാണിത്. ഉണക്കപ്പുല്ലിന്റെ മൈതാനത്ത് ആയിരക്കണക്കിന് വിൽഡ് ബീസ്റ്റുകൾ. ഇവയുടെ വലിയൊരു ആവാസ കേന്ദ്രമാണ് ഗൊറൻഗൊറോ ക്രേറ്റർ. 12,000 മുതൽ 15,000 വരെ വിൽഡ് ബീസ്റ്റുകൾ എപ്പോഴും ഈ ക്രേറ്ററിൽ ഉണ്ടാവുമെന്നാണ് കണക്ക്.
വർഷത്തിലൊരിക്കലുള്ള ഗ്രേറ്റ് മൈഗ്രേഷനിലെ പ്രധാനികൾ വിൽഡ് ബീസ്റ്റുകളാണ്. ടാൻസാനിയയിലെ സെറംഗെറ്റിയിൽ നിന്നും കെനിയയിലെ മസായ് മാരയിലേക്കുള്ള ദീർഘമായ ആ യാത്രയിൽ 17 ലക്ഷത്തോളം വിൽഡ് ബീസ്റ്റുകളാണ് പങ്കെടുക്കുക. 2.5 ലക്ഷത്തിലേറെ സീബ്രകളും 4.5 ലക്ഷത്തിലധികം മാനുകളും ആ മഹാഘോഷയാത്രയുടെ ഭാഗമാകും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ നിന്നും കെനിയയിലേക്കുള്ള ഗ്രേറ്റ് മൈഗ്രേഷൻ. 5 മാസം നീളുന്ന ഒരു യാത്രയാണത്. നവംബർ മാസത്തോടെ ആ മഹാമൃഗസഞ്ചയം സെറംഗെറ്റിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങുകയും ചെയ്യും. വേറൊരു ഭാഗത്ത് ചെറിയൊരു തടാകക്കരയിൽ ഫ്ലെമിംഗോകൾ നീങ്ങുന്നു. വളരെ അകലെയാണെന്നതിനാൽ അവയെ പകർത്തിയെടുക്കാൻ എന്റെ ക്യാമറ ലെൻസ് ഏറെ ബുദ്ധിമുട്ടുന്നു. നോക്കി നിൽക്കെ അവയെല്ലാം പറന്നുയരുകയായി. പിങ്ക് നിറത്തിലുള്ള സുന്ദരന്മാർ കാലുകൾ പിന്നോട്ട് നീട്ടി ചിറകടിച്ചങ്ങനെ നീങ്ങുന്നു. എവിടേക്കാണ് വെട്ടിത്തിരിയുക എന്നറിയാത്തതിനാൽ ഫ്ലെമിംഗോകളുടെ ഈ യാത്ര ക്യാമറയിൽ പകർത്തുക അല്പം വിഷമമാണ്. അവർ തടാകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫ്ലെമിംഗോ കാഴ്ചകളിൽ നിന്നും യാത്ര തുടരുമ്പോൾ ലെറായി എന്നൊരു ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇവിടെ ഒരു തടാകമുണ്ട്. അതിന്റെ കരയിൽ ഒരു പിക്നിക് പോയിന്റും. തടാകത്തിന്റെ സമീപത്ത് ധാരാളം വൃക്ഷങ്ങളും താഴെ പച്ചപ്പും കാണാം. പച്ച പുല്ലുള്ളതിനാൽ ഒട്ടേറെ മൃഗങ്ങൾ ലെറായി തടാക പരിസരത്തുണ്ടാവും. പുല്ലു തിന്നുന്ന മൃഗങ്ങളായ കുതിരമാനും സീബ്രയും മാനും ഉള്ളിടത്ത് അവയെ ഭക്ഷണമാക്കാൻ തക്കം പാർത്ത് മാംസഭോജികളും താവളമടിക്കുന്നു. ഇവിടെയും പ്രധാനികൾ വിൽഡ് ബീസ്റ്റുകൾ തന്നെ. സീബ്രകളും വിൽഡ് ബീസ്റ്റുകളും തമ്മിലുള്ള ഈ സഹവർത്തിത്വം ശാസ്ത്രലോകത്തിന് തന്നെ കൗതുകമാണ്. ആഫ്രിക്കൻ വനത്തിലെ ഏറ്റവും സുന്ദരന്മാർ സീബ്രകൾ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ശരീരത്തിലെ കറുപ്പും വെളുപ്പും നിറം അവരുടെ ജീവന് ഭീഷണി നിലനിൽക്കാൻ കാരണവുമാവുന്നു. മാംസഭോജികളായ മൃഗങ്ങൾക്ക് സീബ്രയെ പെട്ടെന്ന് എവിടെ വച്ചും കണ്ടെത്താനാവുന്നു എന്നതിനാലാണത്. ഈ വെല്ലുവിളി നേരിടാനാണ് സീബ്രകൾ വിൽഡ് ബീസ്റ്റുകളോടൊപ്പം മേയുന്നത്. സീബ്രകൾക്കും വിൽഡ് ബീസ്റ്റുകൾക്കും സമീപം ഒരു കാട്ടുപന്നിയുമുണ്ട്. വന്യമൃഗങ്ങളുടെ തനത് ആവാസ വ്യവസ്ഥയിൽ അവരോടൊപ്പം തുടർച്ചയായി 2ാമത്തെ ദിവസവും ചെലവഴിക്കുമ്പോൾ ഒരു മടുപ്പും എനിക്കുണ്ടാവുന്നില്ല. പക്ഷേ ഒരേ തരം ജീവികളെ വീണ്ടും വീണ്ടും കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാകാനിടയുള്ള മടുപ്പ് പരിഗണിച്ചാണ് ഒരിടത്തും അധിക സമയം തങ്ങാതെ ഞാൻ പെട്ടെന്ന് യാത്ര തുടരുന്നത്. ക്രേറ്ററിനകത്തെ കുറേ ഭാഗം മരുഭൂ സമാനമാണെങ്കിൽ മറ്റു കുറേ ഭാഗം നിബിഡ വനമാണ്. ചതുപ്പുകളും ജലാശയങ്ങളുമെല്ലാം ക്രേറ്ററിലുണ്ട്. ക്രേറ്ററിന്റെ വക്കിലെ മലമുകളിൽ ഒരു നീളൻ കെട്ടിടം കാണാം. ഗൊറൊങ്കൊറോ വൈൽഡ് ലൈഫ് ലോഡ്ജാണത്. ഒരു വലിയ റിസോർട്ട്. രസകരമാവും അവിടുത്തെ താമസം. ലോഡ്ജിലിരുന്നാൽ ബൈനോക്കുലറിലൂടെ ക്രേറ്ററിൽ വസിക്കുന്ന അനേകം ജീവികളെ കാണാനാവും. അത്തരം ലോഡ്ജുകളിൽ ദിവസങ്ങളോളം താമസിച്ച് ഗൊറൊങ്കൊറോ കൺസർവേഷൻ ഏരിയയിലൂടെയും ക്രേറ്ററിലൂടെയും ദീർഘമായ യാത്രകൾ നടത്തുന്ന സായിപ്പുമാരുണ്ട്. 10ഓളം ലോഡ്ജുകളുണ്ട് ക്രേറ്ററിന്റെ റിഡ്ജിൽ. 25,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു രാത്രിക്ക് അത്തരമൊരു ലോഡ്ജിൽ ഈടാക്കുന്ന മുറി വാടക. ലെറായി ഏരിയയിൽ കൂടി തന്നെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത്. ഇവിടെ വച്ച് റമി ഗിയർ ഒന്ന് മാറ്റി. വാഹനം 4 വീൽ ഡ്രൈവിലായിരിക്കുന്നു. ക്രേറ്ററിൽ നിന്നും മുകളിലേക്ക് കയറുകയാണിനി. ഇറങ്ങി വന്നതുപോലല്ല. ക്രേറ്ററിന്റെ വക്കിലൂടെ മുകളിലെത്തുക അല്പം ശ്രമകരമാണ്. വാഹനത്തിനകത്ത് മുഴുവൻ പൊടി നിറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം. എന്റെ മുഖത്തിനും വസ്ത്രങ്ങൾക്കും മുടിക്കുമെല്ലാം മറ്റൊരു നിറമായിട്ടുണ്ടിപ്പോൾ. ക്രേറ്ററിലേക്ക് ഇറങ്ങി വന്ന പാതയിലൂടെയല്ല കയറിപ്പോകുന്നത്. 1 വേ സംവിധാനമാണ്. ഈ പാത ലെറായി റോഡ് എന്നറിയപ്പെടുന്നു. ക്രേറ്ററിൽ നിന്നും ചെറിയ തോതിലുള്ള കയറ്റം തുടങ്ങിയിരിക്കുന്നു. ഉണങ്ങി വരണ്ടു കിടക്കുന്ന ക്രേറ്റർ ഭാഗം പിന്നിലായിക്കൊണ്ടിരിക്കുകയാണ്.
ടൈൽ വിരിച്ച് ബലപ്പെടുത്തിയ പാത. അതിലൂടെ മുന്നിൽ കാണുന്ന മലയുടെ മുകളിൽ കയറണം. മലയെന്ന് പറയാനാവില്ല. ക്രേറ്ററിനെ ചുറ്റോടു ചുറ്റും അതിരിട്ടു നിൽക്കുന്ന 600 മീറ്റർ ഉയരമുള്ള വരമ്പാണത്. ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ റോഡിന്. വൺ വേ ആയതിനാൽ ഈ വീതി മതിതാനും. സൂക്ഷിച്ചു നോക്കിയാൽ വഴിയരികിൽ ധാരാളം വന്യമൃഗങ്ങളെ കാണാം. ഈ പ്രദേശത്തിന് ഗൊറൻഗൊറോ എന്ന് പേരിട്ടത് മസായികളാണ്. മധ്യ നിന്നും തങ്ങളുടെ കന്നുകാലിക്കൂട്ടവുമായി വനത്തിലൂടെ ദീർഘയാത്ര നടത്തിയ മസായികൾ 1800കളിലാണ് ഈ പ്രദേശം കണ്ടെത്തുന്നതും ഇവിടെ താവളമുറപ്പിക്കുന്നതും. തങ്ങളുടെ ജീവിതത്തിന് ലഭിച്ച സവിശേഷ സമ്മാനം എന്ന അർത്ഥത്തിൽ എൽ ഗൊറൻഗൊറോ എന്ന് മസായികൾ ക്രേറ്ററിനെയും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളെയും വിളിച്ചു. അതാണ് പിന്നീട് ഗൊറൻഗൊറോ എന്ന സ്ഥലനാമമായി മാറിയത്. മസായികൾ ഇവിടെ എത്തുന്ന കാലത്ത് ദാത്തുക എന്ന പ്രബല ഗോത്രം പരമ്പരാഗതമായി ഈ വനത്തിൽ വസിക്കുന്നുണ്ടായിരുന്നു. പരാക്രമികളായ മസായികൾ അവരെ ആക്രമിച്ച് ഈ പ്രദേശത്തു നിന്ന് തന്നെ തുരത്തി ഓടിക്കുകയാണുണ്ടായത്. ഓസ്ട്രിയൻ പര്യവേക്ഷകനായിരുന്ന ഓസ്കാർ ബൗമാനാണ് ഗൊറൻഗൊറോ ക്രേറ്റർ കണ്ടെത്തിയ ആദ്യ യൂറോപ്യൻ. 1979 ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. എതിരെ വാഹനങ്ങൾ ഇറങ്ങി വരില്ല എന്ന ധൈര്യത്തിൽ ഈ പാതയിലൂടെ നല്ല വേഗത്തിൽ കയറിപ്പോകാം. ഇവിടമെല്ലാം കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമാണെങ്കിൽ കുറെ കൂടി മുകളിലേക്കെത്തുമ്പോൾ നിബിഡ വനത്തിലൂടെയാവും യാത്ര. ശാസ്ത്രീയമായി തന്നെ റോഡ് പണിതിട്ടുണ്ട്. മുകളിലേക്ക് കയറും തോറും ക്രേറ്ററിന്റെ അതിവിശാലത കൂടുതൽ വ്യക്തതയോടെ കാണാനാവുന്നു. 10,000-കണക്കിന് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ ക്രേറ്റർ. നിബിഡ വനങ്ങളിലേക്കാണ് ഇനി എത്തുന്നത്. പലയിന വൃക്ഷങ്ങൾ ഇടതൂർന്നു വളരുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ സ്വഭാവമുള്ള ഭാഗങ്ങൾ. ടാൻസാനിയയുടെ വനങ്ങൾ ഇങ്ങനെയാണ്. പല രൂപഭാവങ്ങളാണതിന്. ചിലയിടത്ത് ഇടതൂർന്നു വളരുന്ന കാട്. യൂറോപ്പിൽ കാണുന്ന തരം വൃക്ഷങ്ങളുള്ള അവിടത്തേതിന് സമാനമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളുണ്ട്. എന്നാൽ ചില ഭാഗത്താകട്ടെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന തരം കാടും കാലാവസ്ഥയുമാണ്. അതിനിടെ 3 ആൾ പൊക്കമുള്ള കള്ളിമുൾച്ചെടികളും തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഒരു വാഹനത്തിന് മാത്രം പോകാൻ കഴിയുന്ന തിട്ടയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. റമി പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറാണ്. വനപ്രദേശത്തു കൂടിയുള്ള ഡ്രൈവിംഗ് അദ്ദേഹം ശരിക്കും ആസ്വദിക്കുകയാണെന്ന് തോന്നി. അടുത്ത കാലത്തെങ്ങോ പാറ വെട്ടിയൊരുക്കി സൗകര്യപ്രദമാക്കിയ പാതയാണിത്. ഇടതുവശത്ത് കുത്തനെയുള്ള ക്ലിഫ്, വലതുഭാഗത്താകട്ടെ അഗാധമായ മലഞ്ചെരിവും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തീ തുപ്പിക്കൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വത മുഖമാണ് ഈ താഴെ കാണുന്നതെന്നോർക്കണം. അതുകൂടി കണക്കാക്കുമ്പോഴേ ഗൊറൻഗൊറോ എന്ന പ്രകൃതിയുടെ അത്ഭുതത്തിന്റെ പൂർണ്ണമായൊരു രൂപം നമുക്ക് ലഭിക്കുകയുള്ളൂ. മലമുകളിൽ എത്തിക്കഴിഞ്ഞതോടെ വണ്ടി നിർത്തി റമി ഇറങ്ങി വന്നു. അതുവരെ ഉയർത്തിവെച്ചിരുന്ന വാഹന മേൽക്കൂര അദ്ദേഹം വലിച്ചു താഴ്ത്തി ലോക്ക് ചെയ്തു. പഴയ മഹീന്ദ്ര ജീപ്പിന്റെ ബോണറ്റ് അടയ്ക്കുന്നതുപോലൊരു പരിപാടി. ആ ജോലി തീർത്ത് റമി ഇറങ്ങി. ഞങ്ങളുടെ ജോലിയൊക്കെ തദ്ദേശീയരായ ഒരു കുടുംബം ഇവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട്. മൺപാതയിലൂടെ ഇനി ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയയുടെ ഗേറ്റ് കടക്കണം. മുന്നിൽ കാണുന്നതാണ് ആ കവാടം. 24,000 രൂപയുടെ ടിക്കറ്റ് എടുത്ത യാത്ര അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങിയിരിക്കുന്നു. ഇനി ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് യാത്ര. ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയ പിന്നിലായി കഴിഞ്ഞു. നാട്ടുകാർ കൃഷി ചെയ്തും കച്ചവടം നടത്തിയും ജീവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. സോയാബീൻ, ഗോതമ്പ് എന്നിവയുടെ കൃഷി നടക്കുന്ന വിശാല പ്രദേശങ്ങൾ. ദരിദ്രമായ കുടിലുകളും ചെറുവീടുകളും വഴിയോരത്ത് കാണാം. ആഫ്രിക്കൻ ഭൂമികയുടെ പരിച്ഛേദമായ ഉണങ്ങി വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങൾ. കൊയ്ത്തു കഴിഞ്ഞ ഗോതമ്പ് പാടമാണ് ഇടതുവശത്ത് കാണുന്നത്. അതിബൃഹത്തായ ഒരു കുന്നിൻ ചെരിവാകെ
തട്ടുതിരിക്കാതെ ഒറ്റപ്പറമ്പായി നിലനിർത്തിയിരിക്കുന്നു. യന്ത്രവൽകൃതമാണ് ഇവിടെ കൃഷി. ആയിരക്കണക്കിന് ഏക്കറിൽ ഇങ്ങനെ കൃഷി നടക്കുന്നുണ്ട്. വലിയ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടുകൃഷി നടക്കുന്ന നാടുകൂടിയാണ് ടാൻസാനിയ. കരാട്ടു പ്രദേശമാണിത്. ഗോതമ്പ് പാടത്ത് നിരയൊത്തു നിൽക്കുന്ന മരങ്ങൾ. ഗോതമ്പ് പോലെ തന്നെ നെൽകൃഷിയും നടക്കുന്നുണ്ട് കരാട്ടുവിൽ. നിരന്ന ഗോതമ്പ് വയലുകൾ പിന്നിട്ട് അക്കേഷ്യയും യൂക്കാലിപ്റ്റസും വളരുന്ന തൊടികൾ കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു.